മഴ താണ്ഡവമാടുമ്പോൾ ദുരിതത്തിലാകുന്ന ഒരു പ്രദേശം. കച്ചവടക്കാരും ബിസിനസ്സുകാരും എല്ലാം ഒഴിവാക്കി എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു പ്രദേശം. തീക്കുനിയിലെ ഈ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ടും അറിയണമെങ്കിൽ ഇവരുടെ ഓരോ ആൾക്കാരുടെയും അരികിലേക്ക് നമ്മൾക്ക് ഓടിയെത്തേണ്ടതുണ്ട്. അവരുടെ വാക്കുകൾ വിലപ്പെട്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കണം. ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. മഴ പെയ്യുമ്പോഴുള്ള തീക്കിനി അരൂർ റോഡിൻ്റെ അവസ്ഥയാണ്. പിന്നെ മുമ്പൊക്കെ ഇവിടെ വെള്ളം ഇങ്ങനെ കയറെങ്കിലും ഒരുപാട് വട്ടം മഴ പെയ്താൽ മാത്രമേ ഇങ്ങനെ ഉണ്ടായുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒരൊറ്റ മഴ പെയ്യുമ്പോൾ തന്നെ ഇത് ഈ വർക്ക്ഷോപ്പിൻ്റെ ഇവിടെ ഒന്നും പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ, ആർക്കും പോകാൻ വരെ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് മെയിനായിട്ടും വേണ്ടതെന്ന് വെച്ചാൽ പഞ്ചായത്താണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. പഞ്ചായത്തിൻ്റെ അനാസ്ഥ തന്നെയാണ് ഈ ഒരു റോഡിൻ്റെ ഈ ഒരു അവസ്ഥക്ക് കാരണം ഉള്ള തോടുകളെല്ലാം കെട്ടിക്കൊടുക്കുകയും തോട് നവീകരിക്കുകയും ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഇവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ അതിരൂക്ഷമായ പ്രശ്നം അനുഭവിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇത്രയും മഴ പെയ്ത് ഇത്രയും വെള്ളം കയറില്ലായിരുന്നു. ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, കുറച്ച് കൂടുതലാണ്. അത് ഓരോ മഴ വരും തോറും ഞങ്ങൾ ഈ മെഷീനറിയും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ച് പിന്നെ ഒരു 3 ദിവസം കഴിയുമ്പം ഫിറ്റാക്കും. അത് കഴിഞ്ഞ് പിന്നെയും മഴ പെയ്യും, പിന്നെയും കഴിച്ചു വെക്കും. അങ്ങനെ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ നഷ്ടങ്ങളാണ് ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനങ്ങളൊക്കെ പൂട്ടിയാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ജോലിക്കാരും ജോലിയില്ലാത്ത അവസ്ഥ, ഉള്ള ജോലികളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ഒരവസ്ഥയിൽ നിർത്താൻ എന്നല്ലാതെ വേറൊരു വഴിയും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇപ്പം 10-12 പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഓരോ വർഷമായിട്ട് ഒരു 10-25 പേർക്കെങ്കിലും ജോലി കിട്ടുന്ന ഒരു സ്ഥാപനമാണിത്. ഈ സ്ഥാപനം പൂട്ടുകയല്ലാതെ വേറൊരു വഴിയില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തീക്കുനി ബൈപ്പാസ് റോഡിൻ്റെ സ്ഥലത്തൊരു പാലമുണ്ട്. ആ പാലം ചെറിയൊരു പാലമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം പോകാത്തൊരവസ്ഥ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യമാണ്. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് ഒരു 375 മീറ്ററോളം പണി ചെയ്യാമെന്നുള്ള രീതിയിൽ എത്തിയിരുന്നു. പക്ഷെ അത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് കരാറുകാർ അത് നീട്ടിക്കൊണ്ടു പോവുകയും മഴയുടെ അവസാനമാണ് അതിൻ്റെ കരാറുകാർ വന്ന് ജോലി ചെയ്യാൻ നോക്കിയത്. അപ്പോഴത്തേക്ക് മഴയായതുകൊണ്ട് അത് നടന്നിട്ടില്ല. അത് അകലെ 3 കിലോമീറ്ററുള്ള തോട് അകലെ ഈ 376 മീറ്റർ മാത്രമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചത്. തോട് വീതി കൂട്ടാതാണ് പ്രശ്നം. തോട് വീതി കൂട്ടാത്ത പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു മഴ എടുക്കുക നോക്കുമ്പോൾ എന്ത് ചെയ്യുക, കമ്മിറ്റി വിളിക്കുക. അപ്പോൾ അതിങ്ങനെ നീണ്ടു കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് അടുത്ത മഴയാവും. അടുത്ത മഴയാവുമ്പോൾ പിന്നെ കമ്മിറ്റി വിളിക്കും, പിന്നെ മഴ പെയ്യും. അങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നുണ്ട്. തോടിന്റെ പൈസ പാസ്സായിട്ട് തന്നെ കുറെ കാലമായി. പഞ്ചായത്തിന്റെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടായിട്ടില്ല. എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളം ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റാത്ത ചില ബുദ്ധിമുട്ടുകളുണ്ട്. പഞ്ചായത്തിൽ ഫുട്പാത്ത് കോരുവാൻ നിയമസഭയിൽ നിന്ന് ഇങ്ങനെ എല്ലാ ഡ്രെയിനേജുകളും വൃത്തിയാക്കാൻ ഇതിനെ മുന്നേയും ഈ ഒരാഴ്ച മുന്നേ പറഞ്ഞതാണ്. പഞ്ചായത്തിലേക്ക് അനുമതി കൊടുത്തതാണ്. ഡ്രെയിനേജ് എല്ലാം വൃത്തിയാക്കണം, എന്നാലാണ് വെള്ളം ഒഴിവാകുന്നത്. ഈ വണ്ടിക്കാർ തീർത്ത് എന്നു വെച്ചാല് കുടുങ്ങിയിട്ട് തള്ളുവാനും വെട്ടിവലിക്കുവാനും കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയില്ല. ഒരു ഓട്ടോറിക്ഷ വരെ പോകുന്നില്ല. ഈ കച്ചവടക്കാർ വരെ മുൻകൈ എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ഓലി എന്ത് ചെയ്യണോ, മുൻകൈ എടുക്കണം. തീക്കുനി അങ്ങാടിയുമായിട്ട് വർഷങ്ങളിൽ പരിചയമുള്ള ഒരു ആൾ എന്ന സ്ഥിതിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോ ഡ്രൈവറായിട്ടും ഇന്ന് ഇവിടെ ഒരു തട്ടുകടിയായിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഈ അങ്ങാടിയായിട്ട് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ പഴയ കാലങ്ങളിൽ ഈ റോഡിലേക്ക് വെള്ളം കയറുന്നതും ജനങ്ങളുടെ ബുദ്ധിമുട്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. പക്ഷെ അന്നത്തെ എത്രയോ മടങ്ങ് കൂടുതലാണ് ഇന്നത്തെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു കാരണം വിശദീകരിക്കാമോ? കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഈ വേളം പഞ്ചായത്തിൽ ഈ നടുത്തോട് എന്ന് പറയുന്ന തോട് പിന്നെ എല്ലാവരും വന്ന് കുളിക്കുകയും തിരുമ്പുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ തോട്ടിൽ നിന്ന് കുളിക്കുന്ന ഒരവസ്ഥയിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഊരാലിടുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഊരാലിട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറം എത്തൂല, അത്രയ്ക്കും വീതിയാണ് തോട് അന്ന്. ഇപ്പോൾ ആ തോട് കെട്ടിയിട്ട് 2 ഭാഗത്തുനിന്നും കെട്ടിയിട്ട് കുടുക്കിയിട്ടാണുള്ളത്. അപ്പം വെള്ളം താഴോട്ടേക്ക് ഒഴിഞ്ഞു പോകാത്തൊരു വിഷയമുണ്ട്. റോഡിനെ ഹൈറ്റ് കൂടിയതിനെ കൊണ്ട് കാര്യമില്ല, തോട് വീതിയാക്കുക എന്നുള്ളത് അതിനാണ് ഒരു വിജയം. ഈ വെള്ളത്തിന് ഒരു ശാശ്വത പരിഹാരമുള്ളൂ. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി വന്നതായിട്ടല്ലേ പഞ്ചായത്തുകാർ വന്ന് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നടത്തിയായിട്ട് നിങ്ങൾക്ക് അറിവിലുണ്ടോ?
കഴിഞ്ഞ വർഷം പഞ്ചായത്തിന്റെ ആണെന്നറിയില്ല, കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ തീക്കിനിയിലെ വ്യാപാരി വ്യവസായിന്റെ ആൾക്കാരും കൂടി തോടിന്റെ അളവെല്ലാം എടുത്തു പോയി. പിന്നെ അന്ന് ഞാൻ ചോദിച്ചിരുന്നു അവരോട്, അപ്പൊ എന്നോട് തന്നെ തോടിന്റെ പണിയാണ്, അടുത്ത വർഷം തോടിന്റെ പണി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് പണിയുടെ നടന്നിട്ടില്ല, തൊഴിലുറപ്പുകാർ കുറച്ച് പണിയെടുത്തിരിക്കുന്നല്ലാണ്ട് വേറൊരു കാര്യവും ഇവിടെ നടന്നിട്ടില്ല. എല്ലാ വാഗ്ദാനങ്ങളും പോലെ ഇതും അത് ആ കൂട്ടത്തിലേക്ക് പെടുത്താം അല്ലെ? അങ്ങനെയാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. കഴിഞ്ഞ വർഷം പിന്നെ ആണ് നടന്നത്, ഈ വർഷം ഒന്നും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ഈ വർഷവും സാധാരണ പോലെ തന്നെ വെള്ളം കയറിയിട്ട് കച്ചവടം, നമ്മളെ ഓട്ടോറിക്ഷ ഓടാൻ പറ്റാണ്ട് ഓട്ടോറിക്ഷ ഓടെ നിർത്തിയെടുക്കുക. പിന്നെ കച്ചവടത്തിന് ആരുമില്ല, രാവിലെ വന്ന് തുറന്നു നോക്കുമ്പോൾ ആരുമില്ല. നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേട്ടുകഴിഞ്ഞു. പക്ഷേ ഇനിയും തീരാത്ത ഒരുപാട് പ്രശ്നങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് തീക്കുനിയിലെ ഓങ്ങാരപ്പൊയിൽ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഈ വെള്ളക്കെട്ടിൻ്റെ അപ്പുറത്ത് ഒരു കൊച്ചു ഗ്രാമമാണ് നമ്മുടെ ഓങ്ങാരപ്പൊയിൽ. ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഈ ഗ്രാമത്തിൽ വസിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് രാത്രിയിലോ പകലോ എന്തെങ്കിലും ഒരസുഖം വന്നാൽ ഏതെങ്കിലും ഒരു വാഹനത്തിന് ഓടിയെത്താൻ കഴിയുമോ? ഇനി കഴിഞ്ഞാൽ തന്നെ എത്ര പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയും? ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഈ ദുരിതത്തിന് എന്തെങ്കിലും ഒരു വഴിത്തിരിവ് ഉണ്ടാകുമോ? ഇതിനൊക്കെ മറുപടിയായി നമ്മുടെ വേളം പഞ്ചായത്ത് പ്രസിഡന്റ് ലൈനിലുണ്ട്. മേഡത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം. വെള്ളം പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അതെ. ഓക്കെ, എൻ്റെ പേര് പ്രശാന്ത് കൃഷ്ണദേവക്ക്, യൂട്യൂബറാണ്. മാഡം തിരക്കിലാണോ? ഇല്ല, പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ തീക്കുനി പ്രദേശത്ത് ഇപ്പോൾ നന്നായിട്ട് വെള്ളം കയറാണ് മാഡം. അപ്പം അതുമായിട്ട് സംബന്ധിച്ച് നമ്മുടെ തോടിന് വീതി കൂട്ടുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ വർഷം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. പിന്നീട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് മാഡത്തിന് പറയാൻ പറ്റുമോ? അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാല്, അത് പദ്ധതി വെച്ച് തോട് വീതി കൂട്ടണമെങ്കിൽ കുറച്ച് ഉടമകളുടെ സമ്മതം വേണം. അപ്പോ അവരെ സമീപിച്ച് അതില് എല്ലാരും സമ്മതിച്ചില്ല. വിസമ്മതം പ്രകടിപ്പിച്ച കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും അവരിങ്ങനെ വീട് പോയി കണ്ട്, പിന്നെ 1, 2, 3 പേരെ സമ്മതം ഇനിയും കിട്ടാനുണ്ട്. അത് ലീഗലായിട്ട് പോകാൻ പറ്റില്ലേ മാഡത്തിന് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ? സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഇഷ്യൂ വന്ന് സ്റ്റോപ്പ് ആവണ്ടെന്നുള്ള നിലക്ക് എല്ലാം ക്ലിയർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു വെച്ചത്. പിന്നീട് മഴ വന്ന് ഇനിയിപ്പോ ഭൂരിഭാഗം ആളുകളും സമ്മതിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് നിരന്തര യോഗം വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒക്കെ അവരെല്ലാം അനുകൂലമായി വന്നിട്ടുണ്ട്. അമ്മയുടെ കോൾ റെക്കോർഡിംഗ് ആണ്, അറിയിക്കാണ്. പിന്നെ എന്താ വെച്ചാൽ 1, 2 ഒരു വ്യക്തികളുടെ ഒരു കാര്യത്തിന് മേലിൽ ഒരുപാട് ജനങ്ങളാണ് ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ. 1, 2 വ്യക്തികൾക്ക് വേണ്ടിയല്ല നമ്മളിത് ചെയ്യാതിരിക്കുന്നത്. പക്ഷെ ഈ ഒരു പദ്ധതിയായി ഇറങ്ങി അപ്പോ പ്രാദേശികമായി പലതവണ യോഗം വിളിച്ച് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മൂവ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു സബ് കമ്മിറ്റികളും വീട് പോയി കാണാനുള്ള എല്ലാരും കൂടി മൊത്തം എല്ലാരും അതിന് തയ്യാറായിട്ട് തന്നെയുള്ള സഹകരണത്തോടു കൂടി തന്നെയാണ് ഇറങ്ങിയത്. അപ്പൊ പിന്നീട് എന്ത് ചെയ്ത്, മഴ വന്നതിന് ശേഷം അതവിടെ സ്റ്റോപ്പ് ആയിട്ടാണുള്ളത്. എല്ലാ പ്രാവശ്യവും ഈ മഴ വരുമ്പോഴേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. മഴ ഇല്ലാത്ത സമയത്ത് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും സംസാരിക്കുന്നില്ലല്ലോ. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ എനിക്കതിന് മറുപടി ഇല്ല. പക്ഷെ ഞങ്ങള് ഈ ഒരു പദ്ധതിയായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പക്ഷെ കുറച്ച് ലാഗിങ് വന്നത് ഈ ഉടമസ്ഥരുടെ ഒരു വിസമ്മതം കാരണമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലേക്ക് ഇത് ചെയ്യാൻ പറ്റാതെ ഫണ്ട് വരെ പാസ്സായി എന്നാണ് ജനങ്ങളിരുന്ന് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ അതിനെക്കുറിച്ചുള്ള ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ജനങ്ങളിടയിൽ നിന്ന് എടുത്തിരുന്നു. അത് ഇതിന്റെ ഫണ്ട് വരെ ഓക്കെ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ജനങ്ങൾ എടുത്ത് ഇറങ്ങിയപ്പോൾ. ഇപ്പൊ ഇതിനായിട്ടുള്ള ഒരു പ്രിവ്യൂ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയിരുന്നു. അപ്പോഴാണ് ജനങ്ങൾ പറഞ്ഞത് നമ്മള് വെച്ചതുകൊണ്ടല്ലേ ഓക്കെ ആയി അവര് പറയുന്നത്. ആയില്ലല്ലോ, നമുക്ക് അതിന്റെ കാര്യങ്ങൾ അത് ഗ്രാമപഞ്ചായത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അതിന് ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് നമ്മള് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു സമ്മതം കിട്ടാത്തത് കൊണ്ട് കുറച്ച് ലാഗിങ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് മറികടന്ന് ചെയ്യാനുള്ള തീരുമാനത്തിലെത്തി. ടെൻഡർ കരാറുകാരൻ സൈറ്റില് സാധനങ്ങളൊക്കെ ഇറക്കാൻ നോക്കുന്ന സമയത്ത് വീണ്ടും മഴ തുടങ്ങിയതുകൊണ്ട് ഇനി മഴ കഴിഞ്ഞ ഉടനെ തുടങ്ങാന്നുള്ള രീതിയിൽ ആ പദ്ധതി സ്പിൽ ഓവർ പദ്ധതിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പ്രതീക്ഷിക്കല്ലേ മാഡം?
അടുത്തൊരു പ്രാവശ്യത്തേക്ക് ഈ ഒരു പദ്ധതി കൺഫേം ആവുന്നുള്ള പ്രതീക്ഷിക്കാമല്ലോ. മഴ കഴിഞ്ഞ ഉടനെ തന്നെ എടുക്കും. അതിന്റെ പുറമെ തടസ്സങ്ങളായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അത് മറികടന്ന് മുന്നോട്ട് പോവാൻ തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ കമ്മിറ്റി അംഗങ്ങളുടെ തീരുമാനം. ഇപ്പം പ്രാദേശികമായി അവിടെ ഒരു കമ്മിറ്റി ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ അംഗങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് തന്നെ നീങ്ങുന്നുണ്ട്. പിന്നെ ഈ 95 ലക്ഷം കൊണ്ടൊന്നും അവിടെ ചെയ്യാൻ കഴിയില്ല. അത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാനാണ് തീരുമാനം. പിന്നെ MLA ഒക്കെ അതിൽ ഇടപെട്ടിട്ടുണ്ട്. മേലെന്ന് മറ്റ് വകുപ്പിന്ന് ഇറിഗേഷൻ്റെതും അവരെയൊക്കെ ഇതിന്റെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഫണ്ട് എന്തായാലും ഈ ഒരു സാമ്പത്തിക വർഷം കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ താങ്ക് യു. എന്തായാലും ഈ ഒരു വിവരം പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഈ ഒരു വിവരം കൊടുക്കാൻ കഴിയും എന്താണെങ്കിലും. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ. നിരവധി നാശനഷ്ടങ്ങളും കേടുപാടുകൾ സംഭവിച്ച വാഹനങ്ങളും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കാൻ നമ്മുടെ അധികാരികൾക്ക് കഴിയുമോ? അവരുടെ കണ്ണു തുറക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും. അടുത്ത മഴയുടെ ആരംഭത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി തൽക്കാലം ഞങ്ങൾ ഇവിടെ നിർത്തുന്നു.